തമ്പികളെന്ന് പറയുന്നത് സിനിമ എന്ന് കേൾക്കുമ്പോൾ ശ്രീകുമാരൻ തമ്പികൾ മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിലെപ്പോഴും. കാരണം കുഞ്ഞിലെ കേട്ടതിൽ സിനിമയിലെ എല്ലാം ഓൾ ഇൻ ഓൾ എന്ന് പറയുന്ന ഒരാളായിട്ട് എൻ്റെ കുടുംബത്തിലെ ഏറ്റവും വലിയ സ്ഥാനമുള്ള ആളാണ് ശ്രീകുമാരൻ തമ്പികൾ. അവ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാട്ടെഴുതുന്നതാവട്ടെ, പ്രൊഡ്യൂസ് ചെയ്യുന്നതാവട്ടെ, ഡയറക്റ്റ് ചെയ്യുന്നതാവട്ടെ, ഞങ്ങളുടെ വീട്ടിലെ എന്ത് കാര്യമാവട്ടെ തമ്പികളും രാജീവാൻ്റിയും കുടുംബമാണ് ഞാൻ ആദ്യം നിൽക്കുന്നത്. അങ്കിളുടെ വീട്ടിൽ ഞാനും ഞങ്ങളുടെ എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തമ്പികളുടെ ഒരു സിനിമ അഭിനയിക്കുന്നു എന്നല്ലാതെ അതിനെപ്പറ്റി ഒരുപാട് ഗൗരവമായിട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങളുടെ പടത്തെ ആദ്യമായിട്ട് അഭിനയിക്കുന്നു. കലച്ചേച്ചി അതിലൊരു ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാലേട്ടനും ഒക്കെ എല്ലാവരും നമുക്ക് ഏറ്റവും അടുപ്പമുള്ളവരും വേണ്ടപ്പെട്ടവരും എന്നുള്ളത്. പക്ഷേ ഗൗരവമുള്ള റോളിന് വേണ്ടി ഞാൻ ഇല്ലാത്ത ഗൗരവം ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് കുറേയൊക്കെ. എൻ്റെ ആങ്ങളെയാണ് അതിൽ. നല്ല പാട്ടല്ലേ ലാലേട്ടനകത്ത് ഇന്നും എൻ്റെ കണ്ണുനീരിൽ. അത് എൻ്റെ മൂത്ത ആങ്ങളെ കമലാണ് ആ റോൾ അഭിനയിച്ചിരിക്കുന്നത്. അതിനൊരു മഹാഭാഗ്യമാണ് ആ പാട്ട് അഭിനയിക്കാൻ കിട്ടിയ അവസരം, അങ്കിളിൻ്റെ ഒരു പാട്ട്. അപ്പോൾ യുവജനോത്സവ സമയമൊക്കെ തമ്പികളുടെ സെറ്റ്, ലാലേട്ടൻ, പിന്നെ കൃഷ്ണേട്ടൻ, പിന്നെ സുമാരിയമ്മയുടെ മോൻ സുരേഷ് അണ്ണൻ, നമ്മുടെ സെറ്റ് നമ്മളെല്ലാം കൂടെ ചേർന്ന് പടം ചെയ്യുന്നു. അപ്പോൾ എന്നല്ലാതെ എനിക്കൊരു തോന്നിയിട്ടേ ഇല്ല എനിക്ക്. അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളൂ. പിന്നെ ക്യാരക്ടറിൻ്റെ ഓർമ്മ എന്ന് പറയുമ്പം സെറ്റ് വരും തമ്പികൾ ഭയങ്കര സ്ട്രിക്റ്റാണ്. ഒരു അധ്യാപകൻ്റെ ശബ്ദമാണ് എപ്പോഴും. അപ്പോൾ തമ്പികളാണോ എന്ന് പറയുമ്പം വളരെ, എൻ്റെ അച്ഛനും വളരെ കർക്കശ സ്വഭാവമുള്ള ഒരാളാണ്. ഷോർട്ടിൽ വരുമ്പോൾ മാത്രം ഒരു ടെൻഷൻ ഉണ്ടാവും. എപ്പോൾ കട്ടെന്ന് പറയുന്നത് സന്തോഷം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ ഇതായിട്ട് സംസാരിക്കാമല്ലോ, അങ്ങനെയായിരുന്നു. പക്ഷെ ആ പാട്ട് ഒത്തിരി പോപ്പുലറായി. പാടാൻ നമുക്ക് പാടാം. എസ്പെഷ്യലി എപ്പോഴും എന്നെ കാണുമ്പോൾ പറയും എനിക്ക് മലയാളത്തിലെ ഏറ്റവും വലിയൊരു ഐഡൻറ്റിറ്റി കണ്ടെത്തി തന്ന പാട്ടാണ്. ഉർവശേച്ചി, ഒരു കാര്യം ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹമുണ്ട്. കാര്യം ലാലേട്ടൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സിനിമകളിൽ ഒരുപക്ഷെ നായികയായിട്ട് ചെയ്തിട്ടുണ്ട് ഉർവശേച്ചി. ലാലേട്ടനെ പറ്റി ഞങ്ങൾക്ക് ആർക്കും അധികം അറിയാത്ത ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് പറ്റുമോ? ലാലേട്ടനെ പറ്റി അറിയാത്തത് എന്ന് പറയാനായിട്ട് രഹസ്യമായിട്ടുള്ള അഭിപ്രായം എന്നല്ല, പക്ഷേ ഇത്രയും ക്ഷമയുള്ള ഒരു മനുഷ്യനെ, ക്ഷമയുടെ പ്രതീകമായിട്ടുള്ളൊരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ ചിലപ്പോൾ ആദ്യമായിട്ടോ അല്ലെങ്കിൽ ലാലേട്ടന് ശേഷമോ അങ്ങനെ ഒരു ആക്ടറെ ഞാൻ കണ്ടിട്ടില്ല. സഹനശേഷി വളരെ ഉള്ള ഒരാളാണ് ലാലേട്ടൻ. എന്ത് പറഞ്ഞാലാണ് ലാലേട്ടനെ ഒന്ന് പ്രകോപിപ്പിച്ചൊന്ന് ദേഷ്യപ്പെടുത്തി ആൾക്കാരുടെ മുമ്പിൽ അങ്ങനെ പറയാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ലാലേട്ടൻ. ഇങ്ങനെ ലാലേട്ടൻ രാത്രി 3 മണി വരെ വർക്ക് ചെയ്തിട്ട് ബാക്കപ്പായിട്ട് ഹോട്ടലിൽ ചെന്ന് കുളിച്ചിട്ട് ലാലേട്ടൻ ആദ്യം റെഡിയായിട്ട് നിൽക്കുമ്പോൾ നമ്മളെ അവർ വന്ന് വിളിക്കും, മോഹൻലാൽ വന്ന് അവിടെ നിൽക്കുന്നു, ലാലേട്ടൻ വന്ന് നിൽക്കുന്നുണ്ടല്ലേ, നിങ്ങൾ വന്നോട്ടെ എന്ന് പറയുമ്പോൾ നമുക്ക് ലാലേട്ടോട് കലിയ അദ്ദേഹം ഒന്ന് ഇച്ചിരി ഉറങ്ങിയെങ്കിൽ. അപ്പം അങ്ങനെ വളരെയധികം കഠിനാധ്വാനവും ഈ ക്ഷമ എന്ന് പറയുന്നത് എനിക്ക് ലാലേട്ടൻ അമ്മയ്ക്ക് ഞാൻ വലിയ പെറ്റാണ്. അമ്മ അത്രയും സ്നേഹമുള്ള സ്ത്രീയാണ്. ലാലേട്ടേക്കാൾ എനിക്ക് 10 മടങ്ങ് ഇഷ്ടമുള്ളൊരു അമ്മയാണ് എൻ്റെ ശാന്തമ്മ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സന്ദർഭങ്ങൾ എനിക്ക് മറക്കാൻ പറ്റില്ല. അമ്മയുടെ സ്നേഹവും അമ്മയുടെ ഹ്യൂമറും അമ്മയുടെ കുറേ കാര്യങ്ങളും കിട്ടിയിട്ടുള്ള ആളല്ല ലാലേട്ടൻ. അപ്പം രഹസ്യമൊന്നുമല്ല, എല്ലാവർക്കും അറിയാം ലാലേട്ടൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ളത്.